ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട്? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, ഞാനൊരു ചാനലിൽ കണ്ടതാണ് കേട്ടോ. ഒരു കർഷകനാണ്, പ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയും വൈഫും കൂടെ ചെയ്യുന്നത് കൃഷി ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഏക്കർ കണക്കിന് കപ്പ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ ഒരു കപ്പ പുഴുത്തപ്പോൾ തന്നെ ഒരു 5-6 കിലോ കിഴങ്ങുണ്ടാവും കേട്ടോ. അവർ ചെയ്യുന്നത് അത് വെട്ടി ഉണക്കി മാവാക്കി പുട്ടുപൊടിയും പിന്നെ ഇല്ലാതെ തന്നെ നമ്മൾ ഉണക്കക്കപ്പ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി നമ്മളെ ട്രിവാൻഡ്രത്തും പല സ്ഥലങ്ങളിലും നമുക്ക് എങ്ങനെയായാലും ഒരു 10 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലമൊക്കെ കാണുമല്ലേ. ചില സ്ഥലത്തൊക്കെ നമുക്ക് തരിശായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമുക്ക് കുറച്ച് ഒരാളൊരു 2 ദിവസം പണിക്കാരെ വിട്ട് ചെയ്യിപ്പിച്ചാൽ പിന്നെ നമുക്ക് കപ്പയൊക്കെ നടാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിയ പണ്ടൊക്കെ നമ്മൾ കാച്ചിൽ, നനകിഴങ്ങ് അങ്ങനെയൊക്കെ പറയും ട്രിവാൻഡ്രത്തൊക്കെ, അതെല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെയുള്ള കൃഷിയൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിളവാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പല സ്ഥലങ്ങളും തരിശായിട്ട് കിടക്കുന്നില്ലേ, അത് നമ്മളൊന്ന് കൃഷി ഇടാക്കി കഴിഞ്ഞാൽ നമുക്കുള്ള സ്വന്തം ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പുള്ളി ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ കൊച്ചിലെ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരമാവും. നമുക്ക് വെറുതെ പോയി കടയിൽ നിന്ന് നമ്മൾ ഇപ്പം കിട്ടുന്ന സാധനങ്ങളൊക്കെ അറിയാമല്ലോ, പച്ചക്കറിയും എല്ലാം പല മരുന്നുകളും എല്ലാം ഒക്കെ ചേർത്തിട്ടായിരിക്കും ചിലയിടത്തു നിന്നൊക്കെ നമ്മൾ വേറെ വെളിയിൽ നിന്നൊക്കെ വരുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അതും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. അത് നമുക്ക് കുട്ടികളെ കൂടെ അതിലോട്ട് ഇടപെടുത്തി ചെയ്യാൻ ചെറിയ ചെറിയ കൃഷികൾ, അത് അവർക്കും അതൊരു പ്രചോദനമാകും. ഇപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ കൃഷി സ്ഥലത്തോട്ട് അവരുടെ ഒരു ചിലപ്പോൾ ആക്ടിവിറ്റി ആയിട്ടൊക്കെ പിള്ളേരെ കൊണ്ടുപോകാറുണ്ട്. അവരെ കൊണ്ട് കാണിച്ചിട്ട് അത് ഇന്ന വിളവെടുപ്പ് നടത്താറുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടുകാരും കൂടെ അത് ഒന്ന് പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും ചില ഒഴിവ് സമയങ്ങളിലൊക്കെ അവർക്കും ഒരു ആക്ടിവിറ്റി ആയിരിക്കും അത് കേട്ടോ. അതുപോലെ നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് വെറുതെ കിടക്കുന്ന പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു തരിശായിട്ട് കിടക്കുന്നതിനൊക്കെ ഒരാൾ നിർത്തിക്കോ, എത്ര രൂപ നമ്മളൊരു 5000 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാനും കിട്ടും. ഇല്ലെങ്കിൽ 2000 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ ചെറിയ മുളക്, വെണ്ട അങ്ങനെയുള്ളതൊക്കെ വെച്ച് നടാനൊക്കെ പറ്റും കേട്ടോ. എല്ലാവരും പറ്റുമെങ്കിൽ ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.